തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കരകവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകളാണ് വെള്ളക്കെട്ടിലായത്. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കനോലി കനാലിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴ കവിഞ്ഞ് വെള്ളം ഒഴുകിയെത്തിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി. എടത്തിരുത്തി 6-ാം വാർഡ് കോഴിത്തുമ്പ്, കയ്പമംഗലം 8-9 വാർഡുകളിലെ ചളിങ്ങാട്, കാക്കാത്തുരുത്തി, താഴ്വാരം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലായി 200ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുമുണ്ട്. വീട്ടുകാരിൽ പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയിരിക്കുകയാണ്. 14ഓളം കുടുംബങ്ങളെ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും സഹായവും ചെയ്തിട്ടുണ്ടെന്ന് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു. പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ, ഒരു പരിധിവരെ ആളുകളെ ക്യാമ്പിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ കാലവർഷം തുടങ്ങിയിട്ടില്ല. ഇത് എന്താണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടും വെള്ളപ്പൊക്കം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കണില്ല. ഒട്ടേറെ വീടുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളാണ് നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിലും അതുപോലെ തന്നെ എടത്തിരുത്തി പഞ്ചായത്തിലുള്ളത്. ഇതിന് നമുക്ക് എന്താണ് ഒരു പരിഹാരമെന്ന് പല രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് കയ്പമംഗലം പഞ്ചായത്ത്, എടത്തിരുത്തി പഞ്ചായത്ത് എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു സംയുക്ത പഠനം നടത്തി ഇതിൻ്റെ ഏത് രീതിയിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ച് വേണ്ട നടപടി ചെയ്യാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതനുസരിച്ച് വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. E.T. ടൈസൺ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗങ്ങളായ MS സുജിത്ത്, BB ഷെഫീഖ് എന്നിവരും വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് ശാശ്വത പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. എന്തായാലും നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന് ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യും. അത് അതിവർഷത്തിൻ്റെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലീനിങ്ങോ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ പഞ്ചായത്തും അതുപോലെ ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ചാമക്കാല ആശ്വാസ കേന്ദ്രത്തിലെ ക്യാമ്പിൽ 27 കുടുംബങ്ങളിൽ നിന്നുള്ള 60 പേരാണ് നിലവിലുള്ളത്.